നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തെ സ്ഥിരമായി കരിവാരി തേക്കാൻ സിനിമ എന്ന പേരിൽ പടച്ചുണ്ടാക്കുന്നതിൽ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവഹേളിക്കുന്നു. ആ സാധനത്തിന് ഇന്ത്യയെ ഒന്നായി കാണേണ്ട സർക്കാരിൻ്റെയും സിനിമയായി കാണാത്ത സെൻസർ ബോർഡ് എന്ന കഴുതകളുടെയും പിന്തുണയും പ്രോത്സാഹനവും നൽകുക. ഇത്തരം പ്രോത്സാഹിപ്പിക്കൽ പാടില്ലാത്ത ചെയ്തികൾക്ക് സ്വന്തം നാട്ടിൽ നിന്ന് കുറേ മതഭ്രാന്തന്മാർ പിന്തുണ കൂടി നൽകുമ്പോൾ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാകും. നമ്മൾ രാഷ്ട്രീയമായി, മതപരമായി, ജാതീയമായി, ഭാഷാപരമായി വ്യത്യസ്ത സ്വഭാവം അത് കാണിക്കാം. പക്ഷേ വേറൊരു നാട്ടുകാരൻ നമ്മളെ കരിവാരി തേക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതല്ലേ അതിനെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വ്യാഴാഴ്ച റിലീസാകാൻ പാകത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കായി മാത്രം കള്ളങ്ങൾ പറഞ്ഞെടുത്തു വച്ച ഒരു സിനിമ. ഇന്ത്യ മുസ്ലിം രാജ്യമാകും 50 വർഷം കൊണ്ട് എന്നും നിങ്ങളുടെ മകൾ അടുത്ത ഇരയാകും ജാഗ്രത എന്നും ലവ് ജിഹാദ് എന്നും ഇന്ത്യയിൽ അവന്മാർ വന്നാൽ ശരിയത്ത് വരും എന്നും കേരളത്തിനെ താറടിക്കാൻ കുറേ മതഭ്രാന്തന്മാർ എടുക്കുന്ന സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഒരു മടിയുമില്ലാതെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇവിടെ ഹാൽ എന്ന് പറഞ്ഞ പടത്തിനോ കേന്ദ്ര മന്ത്രിസഭയിലെ സഹമന്ത്രിയായ നായകൻ അഭിനയിച്ച ജാനകി വേഴ്സ് കേരള സ്റ്റേറ്റിനോ വിലക്ക്. കാരണം അതിൽ ജാനകി എന്ന് ഉപയോഗിച്ച് കളഞ്ഞു, ഹാലിൽ ധ്വജം എന്ന് പറഞ്ഞു കളഞ്ഞു, ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞു കളഞ്ഞു എന്നൊക്കെയാണ് പ്രശ്നം. ഈ രാജ്യം എവിടെ ചെന്നെത്തും എന്ന ആശങ്കയിലാണ് ഞാൻ. നിങ്ങൾ കാണണ്ട എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കേരളത്തെ താറടിക്കുന്ന ഒരു പടം വരുന്നെങ്കിൽ നിങ്ങൾക്കെന്താ, നിങ്ങൾ കാണണ്ട, ഞങ്ങൾ കണ്ടോളാം. ദേശസ്നേഹമുള്ളവൻ പറയുക. ഇയാളൊക്കെ കേരളത്തിലെ തലപ്പത്ത് വന്നാൽ മുഖ്യമന്ത്രിയൊക്കെ അയാളുള്ള ഈ നാടിൻ്റെ ഗതി ആലോചിച്ച് നോക്കി. കേരളത്തിനെ കരിവാരി തേക്കുന്ന ഒരു സിനിമ വരുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ നേതാവ് പറയുകയാണ്, നിങ്ങൾ കാണണ്ട, ഞങ്ങൾ കാണും, കൈയടിക്കും, കേരളത്തിന് തള്ളക്ക് വിളിച്ചാൽ ഞങ്ങൾ ഫിസിലടിക്കും, ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പറയുന്ന അയാൾ എന്ത് വാക്കുപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഹിന്ദു സ്ത്രീകളെ കൊണ്ട് നിർബന്ധിച്ച് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നതൊക്കെയാണ് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞൊരു വടക്കേ ഇന്ത്യക്കാരൻ ചരച്ചു വെച്ചിരിക്കുന്ന സിനിമ. അതിൻ്റെ ട്രെയിലർ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ വഴിയിലിട്ട് അടിക്കണമെന്ന് ഞാൻ പറയും. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഇവനാണ് കേരള സ്റ്റോറി ചെയ്തവനെന്ന് ആരെങ്കിലും പറഞ്ഞ സത്യമായിട്ട് ഞാൻ അറിയുകയാണെങ്കിൽ ഒരടിയെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ അവൻ്റെ തന്തയ്ക്കെങ്കിലും വിളിക്കും. കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഒത്തൊരുമയോടെ കൊണ്ടുപോകേണ്ട കേന്ദ്രം ഭരിക്കുന്നൊരു പാർട്ടി. ഇവിടെ ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും നമ്മളെല്ലാം ഭാരതീയരാണെന്ന് നാഴിക്ക് 40 വട്ടം 58 ഇഞ്ചിൽ നെളിഞ്ഞു നിന്ന് മൈക്കിൻ്റെ മുന്നിൽ പ്രസംഗിക്കുന്ന ആൾ ഭരിക്കുന്ന നാട്ടിൽ കേരളത്തിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെ വെച്ച് സിനിമയെടുത്ത് പ്രദർശിപ്പിക്കുന്നു ഇന്ത്യ മുഴുവൻ. അതിന് കൈയടിക്കാൻ ഇവിടെ കുറേ ചാണകം തലയിൽ കയറിയവന്മാരും. കഷ്ടമാണ്. നമസ്കാരം. പുതിയ സിനിമാ വാരഫലത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടി വേണ്ടായിരുന്നുവെന്ന് ആരും പരാതി പറയണ്ട. നമ്മുടെ ഡോക്ടർ ബാദുർ ഷാ സിനിമകൾക്ക് ശേഷം, അല്ലെങ്കിൽ സിനിമാ വിവാദങ്ങൾക്ക് ശേഷം, സിനിമാ വെട്ടിപ്പുകൾക്ക് ശേഷം രാഷ്ട്രീയത്തിലേക്ക് കയറുകയാണ്. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച ആളാണ് ബാദുർ ഷാ സാറെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. കോൺഗ്രസിനെ രക്ഷിക്കാനല്ല പക്ഷേ ബാദുർ ഷാ സാർ ഇപ്പോൾ ഇറങ്ങുന്നത്. ബാദുർ ഷാ സാറിൻ്റെ ബാപ്പ അരൂർ നിയോജക മണ്ഡലത്തിലെ പ്രസിഡൻ്റായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അരൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായും ദീർഘകാലം പ്രവർത്തിച്ച പാരമ്പര്യം എൻ്റെ ബാപ്പയ്ക്കുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. കോൺഗ്രസിന് വേണ്ടി ജീവിച്ചു മരിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ ബാദുർ ഷായുടെ ബാപ്പ. ചന്ദ്രൂർ എന്ന് പറഞ്ഞ് എറണാകുളത്ത് ഇവിടെ ഒരു സ്ഥലമുണ്ട്, എനിക്ക് എവിടെയെന്ന് അറിയില്ല, അരൂരിനടുത്ത എവിടെയെങ്കിലും ആയിരിക്കണം. ചന്ദ്രൂർ വെളുത്തുള്ളി സമരം ഗൗരിയമ്മ നടത്തുമ്പോൾ AK ആൻ്റണിയെ പ്രശസ്തിയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്
ബഹാദൂർ ഷാ സാറിൻ്റെ ബാപ്പ എന്ന് പറയുന്നു. അതെന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. കാരണം സമരം നടത്തുന്നത് ഗൗരവമാണ്, വെളുത്തുള്ളി സമരം. പക്ഷേ ബഹാദൂർ ഷാ സാറിൻ്റെ ബാപ്പ AK ആൻ്റണി സാറിനെ പ്രശസ്തിയിലെത്തിച്ചെന്ന് ആ സമരത്തോടെ. എങ്ങനെയെന്തോ ആ സമരം പൊളിക്കാൻ വല്ലതും ഇറങ്ങിയോ എന്തോ ആൻ്റണി, എനിക്കത് അറിയില്ല. ബഹാദൂർ ഷാ സാർ അത് വ്യക്തമാക്കുന്നുമില്ല. മമ്മൂക്കയുടെ ഉമ്മയുടെ ബാപ്പ നടത്തിയിരുന്ന റേഷൻ കട ഏറ്റെടുത്ത് എന്താ പറയുക നടത്തുകയും ഒരു തിയേറ്റർ മുതലാളിയും ഒക്കെ ആയിരുന്നു ഇത്രേ ബാപ്പ ഹജ്ജിന് പോയപ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന മോൻ ബഹാദൂർ ഷാനെ ബാപ്പ ഇതെല്ലാം ഏൽപ്പിച്ചു, റേഷൻ കടയും തിയേറ്ററും ഒക്കെ. അപ്പോൾ കച്ചവടം ഞങ്ങളുടെ കുടുംബത്തിൽ പണ്ടേ ഉണ്ട് എന്ന് സാറ് പറയുന്നു. സാർ ഇപ്പോൾ സിനിമ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. കച്ചവടമൊന്നും ഞാൻ ഇനി വിശദമാക്കണ്ടല്ലോ, പറയാൻ വിട്ടു. ബാപ്പ AK ആൻ്റണിയെ പ്രശസ്തനാക്കിയെങ്കിലും മോൻ കോൺഗ്രസ്സിലേക്കല്ല, മറ്റൊരു ദേശീയ പാർട്ടിയിലേക്കാണ് ചുവട് വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദേശീയ പാർട്ടികളായി ഇവിടെ ജനതാദളുണ്ട്, ലോക് ദളുണ്ട്, RSP ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, ഇവരൊക്കെ ഉണ്ടല്ലോ. അതിലേതിലെങ്കിലും ആകുമെന്ന് നിങ്ങൾ വിചാരിച്ചുവെങ്കിൽ അതും തെറ്റി. രാമസിംഹന് ശേഷം BJPയിൽ വലതുകാൽ വെച്ച് കയറുന്ന ദേശീയ മുസ്ലിം ആകാനായിട്ടാണ് ബഹാദൂർ ഷാ സാറ് യാത്രയാകുന്നത്. കാന്തപുരം മുസ്ലിയാർ 92-ാം വയസ്സിൽ പോയി കണ്ട് മുസ്ലിങ്ങളുടെ ഉന്നമനം ഉറപ്പിച്ച് എന്താ പറയുക അതിൻ്റെ പിന്നാലെ ഇതാ ബഹാദൂർ ഷാ സാഹിബും പോകുന്നു കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽ ചേരാൻ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇതെന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിക്കുകയും ബാപ്പ വലിയ പഞ്ചായത്ത് പ്രസിഡൻറ്റും കോപ്പുക ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്. ഞാൻ പോകുന്നത് അവിടെയല്ല, താമരസിംഹം പോയതുപോലെ ഒരു ദേശീയ മുസ്ലിമായി ഞാൻ BJPയിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ED എന്ന് പറയുന്ന ഒരു ചില്ലറക്കാരനല്ല എന്ന് നമുക്കിതിലും ബോധ്യമാകുന്നു ഇല്ലേ? ED എന്ന് പറഞ്ഞാൽ സിനിമയിലുള്ളവന്മാരെല്ലാം കിടുകിടാ വിറയ്ക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാകുന്നു. ബഹാദൂർ ഷാ സാർ ഒരു അഖിലേന്ത്യാ മുസ്ലിമാകാൻ പോകുന്നു. ആൾ ദ ബെസ്റ്റ് എന്നതിനപ്പുറം ഒന്നും പറയാനില്ല. ഞാൻ മത്സരിക്കുമോ ഇല്ലേ എന്ന് പിന്നെ പറയാം എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ബഹാദൂർ ഷാ സാറിനെ കൊണ്ടുവന്ന് ധർമ്മടത്തിൽ പിണറായി വിജയനെതിരെ നിർത്തി കൊടുക്കണം. പിണറായിയെ പപ്പടം പോലെ തോപ്പിച്ച് തോലച്ച് താമര വിരിച്ച് വരും, വിജയശ്രീ ലാളിതനായി വരും. അതുകൊണ്ട് ധർമ്മടത്തെ സ്ഥാനാർത്ഥിയാക്കണം ബഹാദൂർ ഷാ സാറിനെ എന്ന് ഞാൻ പറയും. അടുത്ത കഥ, അടിയും കൊണ്ട് പുളിയും കുടിച്ചെന്ന് പറയുന്ന പോലെ ആ കണക്കായി നമ്മുടെ ജയസൂര്യയുടെ കാര്യം. പണം വാരിയെറിഞ്ഞ് ഗോകുലം ഗോപാലേട്ടൻ നിർമ്മിക്കുന്ന കടമറ്റത്ത് കത്തനാരാകുന്നത് ജയസൂര്യയാണല്ലോ. അതുകൊണ്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ജയസൂര്യയുടെ ഒരു പടവും മലയാളത്തിൽ തിയേറ്ററിൽ വന്നിട്ടില്ല. ജയസൂര്യ സാറെന്നല്ല, ഒരു സാറിൻ്റെ പടം വന്നില്ലെങ്കിലും മലയാള സിനിമയ്ക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. ജനപ്രിയനായ ഒരു നടനായിട്ടും കഴിഞ്ഞ 3 വർഷമായിട്ട് ജയസൂര്യ അഭിനയിച്ച പടമെന്ന് പറഞ്ഞാൽ ആരും സ്ക്രീനിലൊന്നും കണ്ടിട്ടില്ല, ആരും അത് ചർച്ച ചെയ്തിട്ടുമില്ല. കടമറ്റത്ത് കത്തനാരുടെ വരവോടെ ഒരു പോക്കങ്ങ് ഉയർന്നു പോകുമെന്ന് ജയസൂര്യയുടെ ഫാൻസുകാർ മാത്രമല്ല ഞാനും പലവട്ടം പറഞ്ഞതാണ് നമ്മുടെ പ്രോഗ്രാമിൽ. അതിനിടയിലാണ് വീട്ടിലെ വേസ്റ്റ് ഒക്കെ വാരി കായലിലെറിഞ്ഞത് ഏതോ തലതെറിച്ചവൻ ചിത്രീകരിച്ച് കൊച്ചിൻ കോർപ്പറേഷന് ഒറ്റി ഫൈനടിപ്പിച്ചത്. ആ നാറ്റക്കേസിൽ നിന്ന് കത്തനാറല്ല ജയസൂര്യ മെല്ലെ പൊങ്ങി വരാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് താൻ വെറും അംബാസഡറായിരുന്ന ഒരു സ്ഥാപനത്തിൽ കയറി ED അവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം കയറുന്നു എന്ന് ആലോചിച്ചുള്ളൂ. അവിടെ കയറി നിരങ്ങിയത് ഈ സ്ഥാപനത്തിൽ. അപ്പോൾ അതിൽ കത്തനാരല്ല ജയസൂര്യയുടെ പേര് വെണ്ടയ്ക്ക വലിപ്പത്തിൽ കിടക്കുന്നു. ഇവിടുത്തെ ഇൻകം ടാക്സുകാരല്ലല്ലോ ED. അവരതിൽ ചാടിക്കയറി പിടിച്ചു, അന്വേഷിച്ചു. തൽക്കാലത്തേക്ക് ഒരു 39 ലക്ഷം രൂപയുടെ കത്തനാരുടെ ജയസൂര്യയുടെ 39 ലക്ഷം രൂപയുടെ വക അങ്ങ് മരവിപ്പിച്ചു, ഫ്രീസ് ചെയ്തു, അവരെടുത്തു. ഓൺലൈൻ തട്ടിപ്പ് നടത്തി കോടികൾ നേടിയ സേവ് ബോക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്ത് പറ്റിച്ചതാണ് ഈ സ്ഥാപനത്തിനെതിരെയുള്ള കേസ്. ഇതിൻ്റെ ഉടമ തൃശ്ശൂർക്കാരൻ സിദ്ദിഖ് റഹ്മാൻ കുറേ ദിവസമായി ഗോതമ്പുണ്ടയിൽ നിന്ന് വെള്ളവും കുടിച്ചുകൊണ്ട് കമ്പി കഴിക്കാതെ കിടക്കുകയാണ്, ജയിലിൽ കിടക്കുകയാണ്. കേസിൽ 2 തവണ ജയസൂര്യ സാറിനെ ED ചോദ്യം ചെയ്യുകയും ചെയ്തു. സേവ് ബോക്സിലെ ലേല ആപ്പിനെ സാധാരണക്കാർക്കിടയിൽ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ ജയസൂര്യ അഭിനയിച്ചു എന്നതാണ് ആരോപണം.
നിക്ഷേപ തട്ടിപ്പിൽ 1 കോടിയോളം രൂപ ജയസൂര്യ തട്ടിച്ചു എന്നാണ് ഈഡി പറയുന്നത്. ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിൽ, മുഖ്യപ്രതിയുടെ അക്കൗണ്ടിൽ നിന്നും പണം എത്തിയത് ഈഡി കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ഒരു 39 ലക്ഷം രൂപ അങ്ങ് ഫൈൻ അടിച്ചത്, ഫ്രീസ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ദിലീപിൻ്റെയൊക്കെ പടങ്ങളിൽ, എത്രയോ സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്ന പയ്യനാണ്. മലയാളത്തിലെ നായകന്മാരിൽ മുൻനിരയിൽ നിൽക്കുന്ന നായകന്മാരിൽ ഒരാളായി വളർന്നു, കോടികൾ സമ്പാദിച്ചു. പക്ഷേ ആക്രാന്തം തീരുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള വലിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ ബ്രാൻഡ് അംബാസഡറാവാൻ നടക്കുന്നത്. അനുഭവിക്കട്ടെന്നേ, അങ്ങനെയെങ്കിലും പഠിക്കട്ടെ. 39 ലക്ഷം സ്വാഹ. ഞങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ശാന്തുള്ള ജംഗ്ഷനിലുള്ളൊരു കടയിൽ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്. വർഷങ്ങളോളമായി പലരും ഇരുന്ന് നിരങ്ങി നല്ല പോളിഷ് ചെയ്തോലാണ് കിടക്കണം. അല്ലാതെ ആ ബെഞ്ച് ആരും പോളിഷൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ ശാന്തിവിളയിലുള്ള ഒരുമാതിരിപ്പെട്ടവരൊക്കെ ആ ബെഞ്ചിനെ വിളിക്കുന്നത് അളപ്പ് ബെഞ്ച് എന്നാണ് വിളിക്കുന്നത്. അളപ്പ് ബെഞ്ച്. ശാന്തിവിള ഭാഗത്തെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറേ പേര് രാവിലെ ഒരു 10-10:30 ആകുമ്പോൾ ഈ ബെഞ്ചിലേക്ക് വന്ന് അവിടെ കുടയൊക്കെ പിടിച്ച് വന്ന്, കുട വാക്കിംഗ് സ്റ്റിക്കായി ഉപയോഗിക്കുന്നവരുമുണ്ട്. ഇവരെല്ലാം വന്ന് ഈ ബെഞ്ചിലിരിക്കും, അളപ്പ് ബെഞ്ചിൽ. ഒരു കാര്യം അടിവരയിട്ടേക്കണം, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ഭൂരിപക്ഷവും നായർ സമുദായത്തിൽപ്പെട്ട ആളുകളുമായിരിക്കും. വേറെ ആരും ആ ബെഞ്ചിലിരിക്കാറില്ല, വിളിക്കാറില്ല, ക്ഷണിക്കാറില്ല, വന്നാൽ പ്രോത്സാഹിപ്പിക്കാറില്ല. കമ്മ്യൂണിസ്റ്റുകാരെയും പ്രോത്സാഹിപ്പിക്കില്ല, മറ്റ് ജാതിക്കാരെയും പ്രോത്സാഹിപ്പിക്കില്ല. നായന്മാരൊക്കെ മാത്രം ഇരിക്കാനുള്ള ഒരു അളപ്പ് ബെഞ്ചാണ്. സംഘടിതമായി ഒരു 11:30 ആകുമ്പോൾ എല്ലാവരും കൂടി എണീറ്റ് അടുത്തുള്ള ചായക്കടയിൽ പോവും. വെറും ഒരു ചായയോ ഒരു വടയോ ഒക്കെ വാങ്ങിച്ച് തിന്ന് തിരിച്ചു വരും. എന്നിട്ട് വീണ്ടും അളക്കും. 12-12:30 ആകുമ്പോൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങും. ചിലർ സൈക്കിളിൽ പോവും, ചിലർ നടന്നു പോവും, അങ്ങനെ അങ്ങ് പോവും. ചിലരുടെ സ്കൂട്ടറിൽ കയറി പോവും. വൈകുന്നേരം ഒരു 4:30-5 മണിയാകുമ്പോൾ വീണ്ടും ഈ വെട്ടിക്കിളികളെ പോലുള്ള ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കളവന്മാർ വീണ്ടും വരും, അളപ്പ് ബെഞ്ചിലിരിക്കും. എന്നിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പോയി ചായയും വടയും കഴിക്കും. 6 മണിക്ക് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങും. ഇതിൽ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരാൾ 6 മണിക്ക് വന്നാൽ 6:30-7 മണിക്കുള്ളിൽ ദൂരദർശൻ വാർത്ത കഴിയുമ്പോഴേക്കും അദ്ദേഹം ഉറങ്ങിയിരിക്കും. അത് അച്ചട്ടാണ്. അതിനു മുമ്പേ അദ്ദേഹം കഞ്ഞി കുടിക്കും. ദൂരദർശൻ്റെ വാർത്ത കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം ഉറങ്ങും. ഇതൊരു പതിവ് കാഴ്ചയാണ് വർഷങ്ങളായിട്ട് ശാന്തിവിളയിൽ കാണുന്നത്. കാലം മാറി, കട നിരയും പലയൊക്കെയുള്ള കടയായിരുന്നു, അതൊക്കെ മാറ്റി പുതിയ തലമുറ വന്നപ്പോൾ അവർ കട പുതുക്കി പണിതു. കടയുടെ ഫ്രണ്ടിലിട്ടിരുന്ന ഈ അളപ്പ് ബെഞ്ചിനെ എടുത്ത് പുറത്തേക്ക് മാറ്റി. വസ്തുവിലേക്ക് അകത്തേക്ക് പോകാനുള്ള ഒരു വഴിയുണ്ട്, ആ വഴിയുടെ സൈഡിൽ കൊണ്ടിട്ടു. പഴയ തലമുറ ഇപ്പോൾ അതിലിരിക്കാറില്ല. കടയുടമയും കാലേവനിയിൽപ്പെട്ടു. ഈ അളപ്പ് ബെഞ്ച് അറിയാതെ ശാന്തിവിളയിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് സത്യം. ഒരു കല്യാണാലോചന എന്ന് വെച്ചോളൂ. പയ്യൻ്റെ സ്വഭാവം വീട്ടുകാര്യം ഒക്കെ തിരക്കാനായി ബസ്സിലോ ആട്ടോയിലോ കാറിലോ ബൈക്കിലോ ഏതിലെങ്കിലും ഒരു 3-4 അപരിചിതർ ശാന്തിവിളയിൽ വന്നു എന്ന് വിചാരിക്കുക. വരുന്നവർ കാണുന്നത് അളപ്പ് ബെഞ്ചിലിരിക്കുന്ന കുറേ യോഗ്യന്മാരായ ഈ അമ്മാവന്മാരെ ആയിരിക്കും. നേരെ അങ്ങോട്ട് ചെല്ലും. ഒരു കാര്യം പറയും, ഞങ്ങൾ ഇന്നിടത്തുനിന്ന് വരെയാണ് എന്ന് പറഞ്ഞ കാര്യം പറയും. കാര്യങ്ങളെല്ലാം സശ്രദ്ധം ഈ അളപ്പ് ബെഞ്ചിലിരിക്കുന്നവന്മാർ കേൾക്കും. എന്നിട്ട് ഒരാളതിൽ ഓർഡർ ഇടും. പയ്യൻ കുഴപ്പമൊന്നുമില്ല, നല്ല കുടുംബമാണ്. ഇളയത് 2 പെമ്പിള്ളരാ, അറിയാം. അയത്തുങ്ങളെ കെട്ടിച്ചു വിടേണ്ട ചുമതല ഈ പയ്യനാണ് എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. സാരമില്ല, നിങ്ങൾ പെൺകുട്ടിക്ക് എന്ത് ഇടും? അപ്പോൾ വന്നതിൽ ഒരാൾ പറയും, ഒരു 10-60 പവൻ ഞങ്ങൾ ഇടും. അത് മതിയല്ലോ. 2 ഇളയത്തുങ്ങളെ ഇറക്കി വിടാൻ ഈ 60 പവൻ മതിയാവും. 30 പവൻ കൊടുത്താലും മാന്യമായിട്ട് ആരുടെയെങ്കിലും അയക്കാം. പയ്യൻ്റെ ഡീറ്റെയിൽ തിരക്കി വന്നവർ വന്ന വഴിയെ പോകും എന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതാണ് അളപ്പ് ബെഞ്ച്. ഒരു പെണ്ണിൻ്റെ വിവരം അറിയാനാണ് വന്നത് എന്ന് വയ്ക്കുക. വിവരങ്ങളെല്ലാം തിരക്കും. പയ്യൻ എന്താ ജോലി എന്ന് തിരക്കും. സെക്രട്ടേറിയറ്റില്ല. അത് ശരി, കൊള്ളാമല്ലോ. അതിൽ ഒരുത്തൻ ഒരു കളവൻ വേറൊരു കളവനോട് ചോദിക്കും, ആ സോമൻകുട്ടിയുടെ മോൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കറങ്ങി നടന്നാൽ ഈ ഭാഗ്യം കിട്ടുമോ അവക്ക്? ഏത് ഈ കല്യാണം ആലോചിച്ച് വന്ന പെണ്ണ് സോമൻകുട്ടിയുടെ മോൻ്റെ ബൈക്കിൻ്റെ പുറകെ ഇരുന്ന് കറങ്ങിയാൽ ഈ സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ള ഉദ്യോഗസ്ഥനെ പോലെ ഒരുത്തനെ കിട്ടുമോ എന്നാണ് ചോദിക്കണേ. കുറച്ചാണ് ചോദിക്കണേ.
അപ്പോൾ മറ്റൊരാളിന് ഇത് കേട്ട മറ്റൊരാൾ ഇങ്ങനെ തലയാട്ടും. അതും പൂഞ്ഞു എന്ന് ഞാൻ പറയണ്ടല്ലോ. കല്യാണം അവിടെ വെച്ച് മുടങ്ങും, പിന്നെ അവരിങ്ങോട്ട് വരില്ല. ഈ അളപ്പ് ബെഞ്ച് ഒരു ഹർത്താൽ ദിനത്തിൽ ഏതോ തലതിരിഞ്ഞവന്മാരെടുത്ത് ശാന്തിയുള്ള സ്കൂളിൻ്റെ താഴത്തെ പഞ്ചായത്ത് കുളത്തിൽ കൊണ്ടിട്ടു. ഒരു അതിശയത്തോടെ പറയാം, എങ്ങനെയോ ബെഞ്ച് കുളത്തിൽ നിന്ന് പായലിനിടയിൽ നിന്ന് പൊങ്ങി മോളി വന്നു. പിന്നെയും ബെഞ്ച് ആരൊക്കെ ചേർന്ന് വലിച്ച് കരയിൽ കയറ്റി അവിടെ അളക്കിനടുത്ത് കൊണ്ടിട്ടു. ഇനി ഈ അളപ്പ് ബെഞ്ചുകാരനെ എനിക്ക് പറ്റിയൊരവസ്ഥ പറയാം. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ടല്ലോ, ഇസ്കോൺ, ശ്രീകൃഷ്ണൻ്റെ അനുയായികൾ. അവരൊരു പരിപാടി ഗാന്ധി പാർക്കിൽ നടത്തി. എന്തോ കഷ്ടകാലത്തിന് ഞാൻ അതുവഴി പോവുമായിരുന്നു. ഇവരുടെ ഭജൻ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ദൈവവിശ്വാസി, അന്ധവിശ്വാസി അല്ലെങ്കിലും എനിക്ക് ഈ ഭജനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പി ലീലാമ്മ പാടുന്ന ജ്ഞാനപാന എവിടെ കേട്ടാലും ഞാൻ കേട്ടോട് നിൽക്കും, എത്ര നേരം വേണമെങ്കിലും. അതുപോലെ ഇസ്കോൺ നടത്തുന്ന അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാർ ഭജന നടത്തുമ്പോൾ ഞാനത് കേട്ടോണ്ട് നിൽക്കും. നല്ല രസമാണത്. അല്പം അകലെ ഞാൻ നോക്കുമ്പോൾ ഗാന്ധി പാർക്കിൽ തന്നെ അല്പം അകലെ ഒരാൾക്കൂട്ടം, ചെറിയൊരാൾക്കൂട്ടം, അവിടെ ഗീതയുടെ ചെറിയ കോപ്പി സൗജന്യമായി കൊടുക്കുകയാണ്. ഭഗവത്ഗീതയുടെ ചെറിയ പതിപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഞാനും ക്യൂ നിന്നൊരു കോപ്പി വാങ്ങി. അപ്പോൾ നമ്മൾ കോപ്പി വാങ്ങുമ്പോൾ ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്, അതിൽ വിലാസം എഴുതി പേരും എഴുതി ഒപ്പിടണം. ഞാൻ ഒപ്പിട്ടു. അന്ന് മൊബൈലൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ, വീട്ടിലാണെങ്കിൽ ലാൻഡ് ഫോണും ഇല്ല. ബാക്കി അഡ്രസ്സെല്ലാം എഴുതി കൊടുത്തു. ഒരു ഉച്ച കഴിഞ്ഞ നേരത്ത് 2 വിദേശികൾ ഒരു TVS 50 കാവി വസ്ത്രം അണിഞ്ഞ് മൂക്കിൻ്റെതായ ഇവിടെ മുതലിങ്ങനെ ചന്ദന കുറിയൊക്കെ ഇട്ട് തല മുട്ടയടിച്ചിട്ട് ബാക്കിൽ കുടുമയൊക്കെ വെച്ച് കെട്ടിയ 2 സായിപ്പന്മാർ ശാന്തിവിളയിൽ ലാൻഡ് ചെയ്തു. അളപ്പ് ബെഞ്ചിൽ കയറി അഡ്രസ്സ് കാണിച്ചു. ബെഞ്ചിലിരുന്നവർ അതിശയിച്ചു പോയി. ശാന്തിവിളയിൽ കട്ട DYFI. ഇസ്കോൺകാർ ആ DYFIക്കാരനെ അന്വേഷിച്ചാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭക്തനെ തിരക്കിയാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ അനുജൻ അതുവഴി വന്നത്. ശങ്കര, നിൻ്റെ ചേട്ടനെ തിരക്കി വന്നവരാണ് ഇവർ എന്ന് പറഞ്ഞു. ശങ്കരൻ നോക്കുമ്പോൾ 2 വിദേശ മുട്ടകൾ. അവൻ നിൽക്കാതെ വലിഞ്ഞൊളഞ്ഞു. സംഗതി ശരിയല്ലാന്ന് തോന്നി, അവൻ വലിഞ്ഞ്. ഒടുവിൽ അളപ്പുകാർ പറഞ്ഞൊപ്പിച്ച് അവരെ യാത്രയാക്കി. പറഞ്ഞൊപ്പിച്ച് എന്താണെന്നറിയാം, അവൻ കമ്മ്യൂണിസ്റ്റാണ്, DYFI ആണ്, ദൈവവിശ്വാസിയല്ല, നിങ്ങളെ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. ഓസിന് ഗീത ആഖ്യാനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളുടെ ശിഷ്യനാവാമെന്ന് പറഞ്ഞാൽ അവൻ എഴുതി ഒപ്പിട്ടതെന്നും കൂടെ പറഞ്ഞു കൊടുത്തു. സായിപ്പന്മാർ നിരാശയോടെ മടങ്ങി. ഇതൊക്കെയാണ് ശാന്തിവിളയിലെ ഈ അളപ്പ് ബെഞ്ചിൽ നടന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഓർപ്പിച്ചത് നമ്മുടെ വേടൻ്റെ കല്യാണമാണ്. ഈ വരുന്ന മറ്റന്നാൾ ചൊവ്വാഴ്ച എഴുത്തുകാരിയായ നവമിയെയാണ് വേടൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. ഇതിനിടയിലാണ് കാക്കനാട് കോടതിയിൽ 11 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലും എടപ്പാളിൽ 31കാരിയെ പീഡിപ്പിച്ച കേസിലും ജാമ്യം വേടനെടുത്തത്. ഇതിനിടയിലാണ് ഈ നവമിയായിട്ടുള്ള പ്രേമവും. നല്ല നല്ല പയ്യനാണ് കേട്ടോ. കണ്ണൂർ ധർമ്മശാലയിൽ സർക്കാർ നടത്തുന്ന പരിപാടിയിൽ മുഖ്യ അതിഥി ഗായകനുമൊക്കെ ആയിട്ട് വേടനെത്തി. നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ ഗോവിന്ദ മാഷ്, ഒരാര് വിഡ്ഢി ചിരി ഇരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വേടൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മൈക്കിലൂടെ പറഞ്ഞു, നമ്മുടെ വേടൻ്റെ വിവാഹ വാർത്ത ഞാൻ ആദ്യമായി ഇതാ പുറത്ത് പറയുകയാണ്. അയാൾ ഈ വരുന്ന ബുധനാഴ്ച വേടൻ നവമിയെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വേടൻ നാണത്തോടെ തല കുനിച്ച് നമ്രശിരസ്കനായി നിൽക്കുന്നു. ഗോവിന്ദ മാഷ് വിഡ്ഢിച്ചിരി ഇരിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുന്നു. ആളുകൾ ഭയങ്കര കയ്യടിയും വിസിലടിയൊക്കെ നടത്തുന്നു. കാരണം ഒരു പീഡന വീരനാണെങ്കിലും ഒരുത്തിയെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നല്ലോ എന്നായിരിക്കും. നവമി മിടിക്കുകയാണെങ്കിൽ വേടനെ വരച്ചവരെ കൊണ്ടുവരും. നവമി ഒരു വായി നോക്കിയാണെങ്കിൽ അവരുടെ ജീവിതം വലിയ കഷ്ടമായിരിക്കും. എന്താണ് വരും കാലങ്ങളിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. ചെറുപ്പക്കാരനല്ലേ എന്ന് ചിലപ്പോൾ അവൻ തിരുത്താം. അത് നവമിയുടെ കയ്യിലാണെന്ന് ഞാൻ പറയും. എങ്ങനെയെങ്കിലും തിരുത്തി മര്യാദയ്ക്ക് പാട്ടൊക്കെ പാടി കയ്യടിയൊക്കെ വാങ്ങി കൂടെ നടക്കുന്ന ഗ്യാങ്ങുകളെയൊക്കെ നവമി പിരിച്ചു വിടണം. എങ്കിലേ അവൻ നന്നാവും. അവന്മാരാണ് ഈ വാരി കൂട്ടി കൊടുക്കുന്നത്. അവന്മാരെ ഒഴിവാക്കിയാൽ തന്നെ വേടൻ ചിലപ്പോൾ നന്നാവും.
ഗോവിന്ദ മാഷിൻ്റെ പേര് നാറ്റാതിരിക്കാനെങ്കിലും നവമി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാൻ. പരിചയമില്ലാത്ത ഒരാളെയും അനാവശ്യമായി ഒന്നും പറയരുത് ആരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ പറയുന്നതിൽ വസ്തുത ഉണ്ടാവണം. അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ സുദീർഘമായ സേവനം വർഷങ്ങളോളം നടത്തിയ ആളായിരുന്നു ഇടവേള ബാബു എന്ന് ഞാൻ പറയണ്ടല്ലോ. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ അയാൾ മനോഹരമായി അമ്മയുടെ ഭരണം നടത്തിയിരുന്നു. പക്ഷേ ഒരു ദിവസം ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ നിന്നും ഇടവേള ബാബുവിനെ പറഞ്ഞു വിട്ടു. പക്ഷേ അയാൾക്കപ്പോൾ ചാർത്തി കൊടുത്തത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇവിടുത്തെ യൂട്യൂബർമാർ മുഴുവൻ എന്തെല്ലാം തെറികൾ എഴുതി ബാബുവിനെ. വെള്ളമടിക്കാരനായും പെണ്ണുപിടിയനായും തിലകനെ വകവയ്ക്കാത്തവനായും ഒക്കെ ബാബുവിനെ വിലയിരുത്തി. പറയാൻ പാടില്ലാത്ത പട്ടമൊക്കെ ബാബുവിന് ചാർത്തി കൊടുത്തു. അമ്മയുടെ ജനറൽ സെക്രട്ടറി പദം കൊണ്ട് അയാൾ സുഭിക്ഷമായി ജീവിക്കുന്നു എന്ന കഥകൾ വരെ പറഞ്ഞു വരുത്തി. ജനം അതൊക്കെ വിശ്വസിച്ചു. ബാബുവിനെ ഒരു പക്ക വില്ലനായി മലയാളി കണ്ടു. ആരോടും ഒന്നിനും വിശദീകരണം നൽകാതെ അയാൾ ഇറങ്ങിപ്പോയി. നഷ്ടം ആർക്കാ? അമ്മയിലെ സാധാരണ പ്രവർത്തകർക്ക് മാത്രം എന്ന് ഞാൻ പറയും. ഇപ്പോൾ അമ്മയിൽ തമ്മിൽ തല്ലല്ലാതെ ഒന്നുമില്ലാത്ത സ്ഥിതിയിലാക്കി കളഞ്ഞു. പെണ്ണും മക്കളും ഒന്നുമില്ലാത്ത ബാബു സ്വന്തം വീട് പോലെ അമ്മയെ കൊണ്ടു നടന്നു. ബാബു പക്ഷപാതത്വം കാണിച്ചു എന്ന് ശത്രുക്കൾ പോലും പറയില്ല. എന്നിട്ടും അയാളെ നന്നായി ക്രൂശിച്ചു. തോന്നലുകളിൽ ജീവിച്ച തിലകനൊക്കെ തോന്നലുകളിൽ പറഞ്ഞതൊക്കെ ജനം സത്യമാണെന്ന് വിശ്വസിച്ചു. ഇടവേള ബാബു ഒരു രാക്ഷസനാണെന്ന് ജനം കരുതി. ഇടവേള ബാബുവിനെ പറ്റി ഇപ്പോൾ ഓർത്തത് യാദൃശ്യമായി എൻ്റെ പുസ്തക ശേഖര കൂമ്പാരത്തിൽ എന്തോ പരതുന്നതിനിടയിൽ എനിക്കൊരു പത്ര കട്ടിങ് കിട്ടി. ഇരിഞ്ഞാലക്കുടക്കാരൻ ബാബു ചന്ദ്രൻ, ഇടവേള ബാബുവിൻ്റെ യഥാർത്ഥ പേര് ബാബു ചന്ദ്രൻ എന്നാണ്, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ മത്സരിച്ചപ്പോഴുള്ള ഒരു പടവും വാർത്തയുമാണ് എൻ്റെ കൈ കിട്ടിയത്. ഞാൻ അതിശയപ്പെട്ടു അത് കണ്ടപ്പോൾ. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ബാബു ചന്ദ്രൻ ഒരേ ഒരു തവണ മാത്രമേ മത്സരിച്ചിട്ടുള്ളൂ നാടോടി നൃത്തത്തിന്. ഒന്നാം സമ്മാനം, സംസ്ഥാനത്തെ മികച്ച നാടോടി നർത്തകനുള്ള ഒന്നാം സമ്മാനം തന്നെ ആ പ്രോഗ്രാമിൽ ഇടവേള ബാബു നേടി. ഒന്നാം സമ്മാനം കിട്ടിയപ്പോൾ സ്കോളർഷിപ്പായി കിട്ടിയ 500 രൂപയാണ് ഇടവേള ബാബുവിന് കലാരംഗത്ത് നിന്നും കിട്ടിയ ആദ്യ പ്രതിഫലം. ഇരിഞ്ഞാലക്കുട ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാബു ചന്ദ്രൻ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. പ്രശസ്ത നൃത്ത അധ്യാപകൻ തൃപ്പൂണിത്തുറ ഷാഡോ ഗോപിനാഥിൻ്റെയും ബാബുവിൻ്റെ അമ്മ ശാന്താരാമൻ്റെയും ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ച ആളാണ് ബാബു. കലോത്സവ വേദിയിൽ ആ പഠനം കൊണ്ടാണ് മത്സരിക്കാനെത്തിയത്. കലം ചട്ടി പൂച്ചട്ടി എന്ന് തുടങ്ങുന്ന പാട്ടാണ് ഇടവേള ബാബു അവതരിപ്പിച്ചത്. മത്സരത്തിൻ്റെ അന്ന് ബാബുവിന് ഒരു വലിയ പ്രതിസന്ധി നേരിട്ടു. തൻ്റെ പരിപാടിക്ക് ഗിത്താറിസ്റ്റായിരുന്ന ആൻ്റണി പെട്ടെന്നുണ്ടായ അസുഖം മൂലം പ്രോഗ്രാമിന് എത്താൻ കഴിയില്ല എന്നറിയിച്ചു. സ്ഥലത്ത് മറ്റേതോ മത്സരത്തിനെ അവതരിപ്പിക്കാനെത്തിയ ഒരു ഗിത്താറിസ്റ്റിനെ തപ്പിപ്പിടിച്ചു. പാട്ടുകാരൻ സുകുമാരൻ ഒറ്റ തവണ പാടി കേൾപ്പിച്ചപ്പോൾ ഗിത്താറിസ്റ്റിന് ഉഷാർ. മനോഹരമായി അയാൾ ഗിറ്റാർ വായിച്ചു. ആ ഗിറ്റാറിസ്റ്റിനെ 30 വർഷങ്ങൾക്ക് ശേഷം ബാബു സംവിധാനം ചെയ്ത ഉഷാ ഉതുപ്പിൻ്റെ പ്രോഗ്രാമിൽ വീണ്ടും കണ്ടുമുട്ടി. എനിൽ ഐസക് എന്നാണ് ആ ഗിത്താറിസ്റ്റിൻ്റെ പേര്. ബാബു നാടോടി നൃത്തം ചെയ്യുമെന്നൊക്കെ അന്ന് മെലിഞ്ഞ പയ്യനായോണ്ടായിരിക്കാം ചെയ്യാൻ പറ്റി. ഇനി നാടോടി നൃത്തം ചെയ്യാൻ പറഞ്ഞ വിവരം അറിയും. നമ്മൾ കുറേ പേർക്ക് ചിലപ്പോൾ ഈ ക്ലിപ്പിങ്സ് വായിച്ചിരിക്കാം, ഈ പത്ര കട്ടിങ് വായിച്ചിരിക്കാം. പക്ഷേ ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് ഒരു പുതിയ അറിവായിരുന്നു. അടുത്ത കഥ ബിഗ് ബോസ് കൊണ്ട് ഒരു ഗുണമുണ്ടായ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അഖിൽ മാരാർ എന്ന കോൺഗ്രസ്സുകാരനാണെന്ന്. എൻ്റെ ജീവരക്തം എന്ന് സ്ഥാനത്തും അസ്ഥാനത്തും പറഞ്ഞു നടന്ന പയ്യന് നിയമസഭാ സീറ്റ്, അതും തൻ്റെ ജന്മനാടായ കൊട്ടാരക്കരയിൽ തന്നെ കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് പുതിയ വാർത്ത. കൊട്ടാരക്കരയിൽ അഖിൽ മാരാരാണോ എന്ന് മൂക്കത്ത് വിരൽ വയ്ക്കണ്ട. അഖിൽ മാരാർ തന്നെ കൊട്ടാരക്കരയിൽ അവിടെ കമ്മ്യൂണിസം മതിയാക്കി അനാരോഗ്യം കാരണം ഇനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് ഷെഡിൽ കയറിയ ഐഷ പോറ്റി സടകുടഞ്ഞെണീച്ച്
ഗാന്ധിയൻ ആദർശങ്ങളുമായി കൈപ്പത്തി ചിഹ്നത്തിൽ വരുന്നുവെന്നും കോൺഗ്രസ്സുകാർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചുവെന്നും ഞങ്ങളുടെ ബാലകൃഷ്ണ സാറിനെ മലർത്തി അടിച്ചതൊക്കെ ഞങ്ങൾ മറന്നു എന്നൊക്കെയാണല്ലോ കരകമ്പി. പിന്നെ എങ്ങനെ അഖിൽമാരാകും കൈപ്പത്തിയിൽ എന്നത് സ്വാഭാവികമായ സംശയമാണ്. കൈപ്പത്തിയിലിരിക്കുന്ന മാങ്ങയാണ് മാരാരുടെ ചിഹ്നം. മാങ്ങ ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അടിയുറച്ച ഗാന്ധിയനാണ് അഖിൽമാരാർ. ഇത്തവണ ബിഗ് ബോസിൻ്റെ ഗ്ലാമറിലൊരു സ്ഥാനാർത്ഥിയാകണമെന്ന അടങ്ങാത്ത മോഹം അദ്ദേഹത്തിനുണ്ടായി. കോൺഗ്രസ്സിൽ ഒരു സീറ്റിൽ 20 പേർ സ്ഥാനമോഹികളായി ഉള്ള കാലവുമാണ്. അവരെ ശല്യപ്പെടുത്തണ്ട എന്ന് മാരാർക്ക് തോന്നുക സ്വാഭാവികം. ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായി കമ്മ്യൂണിസ്റ്റിനെയും BJPയെയും ഒരുപാട് വഴക്ക് പറഞ്ഞ ആളുമാണ്. BJPയോട് മോശമല്ലാത്ത കലിപ്പുമുണ്ട്. നേരെ കിറ്റക്സ് സാബുവിനെ കണ്ടു. ശ്രീനിവാസൻ മരിക്കുകയും ലാല്, നമ്മുടെ നടനും സംവിധായകനും ഒക്കെ ആയ ലാല് പഴയ മമത കാട്ടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അപ്പോഴാണല്ലോ അഖിൽമാരാർ ചെല്ലുന്നത്. ഏതെങ്കിലുമൊക്കെ സിനിമാക്കാർ വേണം 2020. മാരാരെ ബാബു സ്വീകരിച്ചു. നമ്മുടെ സ്ഥാനാർത്ഥി ആയിക്കോ എന്ന് പ്രഖ്യാപിച്ചു. NDAയിൽ ഇനി രണ്ടാമത്തെ പാർട്ടിയാകാൻ 2020 വരികയാണല്ലോ. BDJSനെ പോകാൻ പറ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കിറ്റക്സ് സാബു നിൽക്കുന്നത്. എനിക്ക് കാശും ഇഷ്ടംപോലെ കാശും ആളുമുണ്ടല്ലോ എന്നാണ് സാബുവിൻ്റെ ചിന്ത. താമരയുമായൊരു കോംപ്രമൈസ് മാരാർ കാണിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കിറ്റക്സിൻ്റെ 2020 ചെന്ന് ചേർന്നത്. അങ്ങനെ താമരയിലേക്ക് എത്താൻ മാങ്ങ വഴി താമര വോട്ടുകൾ പിടിക്കാം എന്നാണ് അഖിൽമാരാറുടെ വിശ്വാസം. ബാലഗോപാലിനെയും ഐഷാപ്പൊറ്റിയെയും നാവിൻ്റെ ബലം കൊണ്ടുവന്ന് വീഴ്ത്തി മാരാരൊരു MLA ആവുകയും NDA ഏറ്റവും വലിയ മുന്നണിയാകുകയും 30-ൽ 10 പേർ 2020ൽ നിന്ന് ജയിക്കുകയും 35 സീറ്റ് മൊത്തം കിട്ടിയാൽ മന്ത്രിസഭ ഉണ്ടാക്കി കാണിച്ചു തരാം എന്ന് പറഞ്ഞ നമ്മുടെ സുരേന്ദ്രൻ ഇത്തവണയും മത്സരിക്കുന്നുമുണ്ട്. കക്ഷിയെ മുഖ്യമന്ത്രിയാകാൻ രാജീവ് ചന്ദ്രശേഖർ അനുവദിക്കുമോ, അനുവദിച്ചാൽ ശോഭ തടസ്സം നിൽക്കുമോ എന്നൊന്നും ഇപ്പോൾ ചോദിക്കരുത്. കാരണം കഥയിൽ ചോദ്യമില്ല. അങ്ങനെ സുരേന്ദ്രൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായാൽ 2020 മിനിമം 5 മന്ത്രി കസേര ചോദിച്ച് അവസാനം 2 എണ്ണം ഒപ്പിച്ചാൽ ഇപ്പോൾ സാബു മാത്രമാണ് 2020യുടെ ഏക മുഖം. മാരാരും കൂടി വന്നതിനാൽ ആ മുഖം അല്പം കൂടി വികസിക്കും. അപ്പോൾ രാജേന്ദ്ര ആർലേക്കർ സാബുവിനൊപ്പം മാരാർക്കും സത്യപ്രതിജ്ഞ ചെയ്തു കൊടുക്കും. സാംസ്കാരിക സിനിമാ മന്ത്രിയായി ഒരു വിലസണം അഖിൽ മാരാറേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാരാര് വെലസും നമുക്ക് നോക്കാം. അടുത്ത കഥ, തിരുവനന്തപുരം തെക്കാട്ടുള്ള മേടയിൽ വീടെന്നാൽ ഒരു കാലത്ത് തിരുവനന്തപുരം ബെൽറ്റെന്ന് വിളിച്ചിരുന്ന സിനിമാക്കാരുടെ ആവാസ കേന്ദ്രമായിരുന്നു. മേടയിൽ വീടിൻ്റെ എതിർവശത്തെ കെട്ടിടത്തിലായിരുന്നു സംഗീത കോളേജിലെ തലവനായിരുന്ന ചെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യരുടെ ഔദ്യോഗിക വീട്. ഈ വീട്ടിലെ കാർ ഷെഡിൽ കിടന്നോളാൻ ചെമ്മാങ്കുടി പറഞ്ഞതിനാലാണ് നമ്മുടെ ഗാനഗന്ധർവന് സംഗീത പഠനം തുടരാനായത്. ആ കെട്ടിടമാണ് ഇന്നത്തെ ഭാരത് ഭവൻ. ഈ കെട്ടിടത്തിന് എതിർവശത്തുള്ള മേടയിൽ വീട് സംഗീതജ്ഞനായിരുന്ന മലബാർ ഗോപാലൻ നായരുടെയും സംഗീത അധ്യാപികയും ഹരികഥ പാടി നടക്കുകയും ചെയ്ത ഹരിപ്പാട് മേടയിൽ വീട്ടിൽ കമലാക്ഷി വാരസ്യാരുടെയും വീടാണ്. ഇവർ രണ്ടുപേരെയും പുതുതലമുറ അറിയാനിടയില്ല. ഇവരുടെ മക്കളാണ് എം ജി രാധാകൃഷ്ണനും പ്രൊഫസർ ഓമനക്കുട്ടിയും പിന്നെ MG ശ്രീകുമാറും. അച്ഛനമ്മമാരുടെ പാരമ്പര്യം നിലനിർത്തിയ മക്കൾ എന്ന് പറയാം. പിന്നണി ഗായകനാകാൻ കൊതിച്ച് സംഗീത സംവിധായകനായി മാറിയ ആളാണല്ലോ MG രാധാകൃഷ്ണൻ. ചേട്ടൻ്റെ തണലിൽ സംഗീതം പഠിക്കാതെ ഗായകനായ അനുജനാണ് MG ശ്രീകുമാർ. ഇരുവരുമായി എവിടെയോ വെച്ച് മാനസികമായി അകന്നു. അക്കഥയാണ് ഭരതമെന്ന് പലരും പറയാറുണ്ട്. അതൊന്നുമല്ല. MG ശ്രീകുമാർ ശ്രദ്ധേയനായി എന്നതിൽ തർക്കമില്ല. 25,000-ഓളം പാട്ടുകൾ സിനിമയിലും കാസറ്റുകളിലുമൊക്കെയായി ഇതിനകം ശ്രീകുമാർ പാടിക്കഴിഞ്ഞു. സംഗീതം പഠിക്കാത്ത ഗായകനായിട്ടും കുറച്ചു കാലം നമ്മുടെ യേശുദാസിന് നല്ല വെല്ലുവിളി ഉയർത്തിയ ഗായകനായിരുന്നു ശ്രീകുമാർ. 10-15 വർഷക്കാലം ചേട്ടൻ്റെ ഒപ്പം പ്രോഗ്രാമുകളിൽ പുറകിലിരുന്ന് പാടി
കിട്ടിയതാകണം ഈ മിടുക്ക്. പിന്നെ അയാളുടെ കഠിനാധ്വാനവും സുഹൃത്തുക്കൾ മലയാള സിനിമ കൈയടക്കിയതും ഒക്കെ ഗുണമായി. കാരണം നമ്മുടെ മോഹൻലാലും പ്രിയദർശനും കിരീട ഉണ്ണിയും ദിനേശ് പണിക്കരും ഇങ്ങനെ ഒരു വലിയ ഗ്യാങ് തിരുവനന്തപുരം ബെൽറ്റിൽ നിന്ന് വളർന്നു വന്നല്ലോ. അപ്പോൾ അവരുടെ എല്ലാം ഓമനയായി വളർന്നതുകൊണ്ടാണ് എം ജി ശ്രീകുമാറിന് വളർച്ച ഇരട്ടിയായത്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്താണ് കാരണം എന്ന് ഞാൻ ചികഞ്ഞിട്ടില്ല. ജ്യേഷ്ഠാനുജന്മാർ മാനസികമായി അകന്നിരുന്നു എന്നുള്ളത് സത്യം. ഒരു കുടുംബം കലക്കി ഫോട്ടോഗ്രാഫർ എന്നെ പറഞ്ഞ് അകറ്റിയതാണ് എന്ന് എം ജി ശ്രീകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പലരോടും സ്വകാര്യമായി എം ജി ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട്. അതിനു മുന്നേ ഈ ഫോട്ടോഗ്രാഫർ ശ്രീകുമാറിൻ്റെ എർത്തായി പല പണികൾക്കും കാവൽ നിന്നിട്ടുണ്ട് എന്നത് എം ജി ശ്രീകുമാർ മറന്നും പോയി. എന്തായാലും കുറേ കാലം മേടയിൽ വീട്ടിൽ അസ്വസ്ഥത പുകഞ്ഞിരുന്നു. സ്വന്തം സംഗീത ഗുരുവായ ജ്യേഷ്ഠൻ മരിച്ചിട്ട് വരാതെ പോയ അനുജനെ എത്ര വെളുപ്പിച്ചാലും അത് വെളുക്കില്ല. അതാണ് യാഥാർത്ഥ്യം. ജ്യേഷ്ഠൻ മരിച്ചതോടെ അനുജൻ മേടയിൽ വീടിൻ്റെ തൻ്റെ ഭാഗം മതിൽ കെട്ടി അടച്ചു എന്നുള്ളതും സത്യമാണ്. നടുക്കൂടെ മതിൽ കെട്ടി അടച്ചു കളഞ്ഞു. തൻ്റെ ഭാഗം ഒരു അന്യമതസ്ഥന് വിൽക്കാൻ തീരുമാനിച്ചതും സത്യമാണ്. ഒടുവിൽ പറഞ്ഞ കാശ് നൽകി ജ്യേഷ്ഠൻ്റെ മക്കൾ മേടയിൽ സ്വന്തമാക്കുകയും നടുവിലൂടെ കെട്ടിമറിച്ച മതിൽ പൊളിച്ചു കളഞ്ഞ് സുന്ദരമായി വീടാക്കി സൂക്ഷിക്കുന്നതും യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ശ്രീകുമാറിൻ്റെ ചേച്ചി അല്ലെങ്കിൽ എം ജി രാധാകൃഷ്ണൻ്റെ അനുജത്തി ഓമനക്കുട്ടി ടീച്ചറാണ്. സഫാരി ചാനലിലോ മറ്റോ അവർ പറഞ്ഞ വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഇപ്പോൾ ആരോ എനിക്കും എടുത്ത് അയച്ചു തന്നു. 15 വർഷം എൻ്റെ ചേട്ടൻ്റെ പുറകിൽ പാടിയിരുന്ന വ്യക്തിയാണ് എം ജി ശ്രീകുമാർ. അതിൽ നിന്നാണ് ശ്രീകുമാർ പാട്ടുണ്ടെന്ന് അറിഞ്ഞത്. ഈ ജന്മമൊന്നുമല്ല, എത്ര ജന്മം കഴിഞ്ഞാലും എം ജി രാധാകൃഷ്ണനെ എം ജി ശ്രീകുമാർ മറക്കാൻ പാടില്ല. തീർച്ചയാണത്. ആ ഒരു പാട്ടിൽ നിന്ന് കിട്ടിയ പാട്ടേ ഉള്ളൂ എം ജി ശ്രീകുമാറിന്. അല്ലാതെ ശ്രീകുട്ടൻ ക്ലാസിക് മ്യൂസിക് ഇരുന്ന് പഠിച്ചിരുന്ന വ്യക്തിയേ അല്ല. പക്ഷേ കേൾവി വിജ്ഞാനം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. ജ്ഞാനമുള്ളവർക്കാണെങ്കിൽ കേൾവി ജ്ഞാനം മതി, അവർക്ക് തന്നെത്താൻ പാടാനാകും. അങ്ങനെ ഒരു വ്യക്തിയാണ് എം ജി ശ്രീകുമാർ. ഇതൊക്കെയാണ് ഓമനക്കുട്ടി ടീച്ചർ പറയുന്നത്. ജ്യേഷ്ഠനോട്, ഗുരുനാഥനോട് ശ്രീകുമാർ കാണിച്ച ദ്രോഹം, അനുജനോടുള്ള കുറച്ച് വാത്സല്യം മിക്സ് ചെയ്തതാണ് ഓമനക്കുട്ടി ടീച്ചർ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നെനിക്ക് തോന്നുന്നു. ടീച്ചറുടെ സ്റ്റാൻഡ് അവിടെയും ഇവിടെയും തൊടാതെയാണ് എന്ന് തോന്നുന്നു. ജീവിച്ച തറവാടിൻ്റെ നെറുകെ മതിൽ കെട്ടി എന്ന് പറയിപ്പിക്കാനും ഒരന്യ മതസ്ഥന് വിറ്റ് ജ്യേഷ്ഠൻ്റെ കുടുംബത്തെ തോൽപ്പിക്കാനും പോകണ്ടായിരുന്നു. ഇട്ടുമൂടാനുള്ള കാശുണ്ടായിരുന്നില്ലേ ഗായക എന്നാണ് എനിക്ക് ശ്രീകുമാറിനോട് ചോദിക്കുക. എനിക്ക് ശ്രീകുമാറിൻ്റെ വിരോധവുമില്ല, സന്തോഷവുമില്ല, പകയുമില്ല, അടുപ്പവുമില്ല. പക്ഷേ ചെയ്തത് വലിയ ക്രൂരതയായിപ്പോയി ഞാൻ പറയും. നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും. ഒരുപാട് പേർക്ക് അന്നം നൽകിയ മേടയിൽ വീടിൻ്റെ നടുക്കുകൂടി മതിൽ കെട്ടി രണ്ടാക്കി കളഞ്ഞു. പിന്നെ അത് കാണാൻ രാധാകൃഷ്ണൻ ചേട്ടൻ ഇല്ലായിരുന്നത് ഭാഗ്യം എന്ന് ഞാൻ പറയും. ഒരു കഥ കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. പുലിക്കുട്ടികളും സിംഹങ്ങളും കടുവയും മുതൽ ചീങ്കണ്ണികൾ വരെ പിന്മാറിക്കൊടുത്ത് പെൺപൂച്ചകളെ മുന്നിൽ കൊണ്ടുവരാൻ അമ്മ എന്ന സംഘടന തീരുമാനിച്ചപ്പോൾ നമ്മുടെ സജി ചെറിയാമര പറഞ്ഞു, സ്ത്രീ ശാക്തീകരണം സർക്കാർ തുടങ്ങി വെച്ചു, അമ്മയിൽ നടപ്പായെന്ന്. ഒരു റോളും സർക്കാരിനില്ല ആ മത്സരത്തിൽ. എന്നാലും സ്ത്രീകൾ ജയിച്ചപ്പോൾ സജി ചെറിയാൻ വെച്ച് കാച്ചിയതാണ് സ്ത്രീ ശാക്തീകരണം സർക്കാർ തുടങ്ങി വെച്ചു, അമ്മയിൽ നടപ്പായി. നന്നായി. അമ്മയിലെ എല്ലാവരെയും നയിച്ച ഇടവേള ബാബുവിനെ മാനസികമായി തകർത്ത് ഒറ്റപ്പെടുത്തിയപ്പോൾ പറഞ്ഞതും കുറേ കാലമായി അച്ചുവീട്ടിൽ കഴിയുന്ന പോലെ അമ്മയെ കൊണ്ട് നടക്കാനായില്ലേ, മാറുന്നില്ലേ, ഇനി ഞങ്ങൾ ഭരിച്ച് കാണിച്ചു തരാമെന്നായിരുന്നു. ചില യൂട്യൂബർമാരും അമ്മയുടെ മക്കളായ ചില കിങ്കരന്മാരും ചില മുതുക്കി തള്ളമാരും തിരഞ്ഞെടുപ്പ് മത്സരം ഞങ്ങൾ നിയന്ത്രിക്കും, ഞങ്ങൾ പറയുന്നവർ ജയിക്കും, ജയിപ്പിച്ചിരിക്കും എന്നൊക്കെ ശട്ടം കെട്ടി. ഇവർ കണ്ടെത്തിയ പലരും പാതി വഴിക്ക് പുറത്താവുകയോ പുറത്തു പോവുകയോ അടിയും പിടിയുമൊന്നും ഇല്ലാതിരുന്നെങ്കിലും പരസ്പരം ഗോഗോ വിളിച്ചും ആരോപണ പെരുമഴ പെയ്യിച്ചും ചാനലുകൾക്ക് ഉത്സവ ലഹരി ഉണ്ടാക്കി കൊടുത്തിട്ട് തിരഞ്ഞെടുപ്പ് നടത്തി. പക്ഷേ വിചാരിച്ചതുപോലെ തങ്ങൾ നിയന്ത്രിക്കുന്നവർ വിജയിച്ചില്ല എങ്കിലും ചിലർ
ജയിച്ചു കയറി, കീ പോസ്റ്റിൽ തന്നെ ജയിച്ചു കയറി. ലക്ഷങ്ങൾ പറ്റിച്ചവരും ക്രിമിനൽ കേസ് പ്രതിയും ഒക്കെ ജയിച്ചു. അവരൊന്നും മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞത്, പക്ഷേ അവരൊക്കെ ജയിച്ചു. ദോഷം പറയരുത്, ജയിച്ചു വന്നവർ ആരും ഒരു ചൂക്കും ഇതേവരെ ഭരണത്തിൽ കാഴ്ചവെച്ചിട്ടില്ല. ഡാൻസ് കളിച്ചും ഫാഷൻ ഷോ കാണിച്ചും പാട്ടുപാടിയും കൂടെയുള്ളവരെ എന്താ പറയുക കേസിൽപ്പെടുത്തിയുമൊക്കെ നടന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അതുമാത്രം നടക്കുന്നു മാസങ്ങളായി. ഇവിടെ ഒരു ഓഡിയോ മെസ്സേജ് കേൾപ്പിക്കാം. അമ്മയുടെ തലപ്പത്തെ ഒരു ഭരണാധികാരി ഭരിക്കുന്ന കമ്മിറ്റിയിലെ ഒരു അംഗമായ നീന കുറുപ്പിനെ പറയുന്ന സത് വചനങ്ങളാണ്. ഒന്ന് കേട്ടിട്ട് വരൂ. നീന കുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ ഗതി കിട്ടാതെ നരകിച്ച് നരകിച്ച് നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഞാൻ എഴുതി വെച്ചുതരാം. നിങ്ങൾ ഇതിന്റെ പേരിൽ എന്നെക്കുറിച്ച് എന്ത് കംപ്ലൈന്റ് ചെയ്താലും, നിങ്ങൾ എന്ത് കോപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ ഒരുക്കി ഞങ്ങളുടെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫാഷൻ ഷോ ഉള്ളത്? എനിക്കറിയാലോ, ഞാൻ ഇതിനകത്തുള്ള ഒരു കോർഡിനേറ്റർ തന്നെയല്ലേ. എനിക്കറിയാലോ ഏത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏത് എങ്ങനെയെന്നുള്ളത് എനിക്കറിയാവല്ലോ. ആ കൊച്ചിന് കോസ്റ്റ്യൂം ഇട്ട് നിന്നൊരു കൊച്ചിനെ സ്റ്റേജിൽ കയറാൻ നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് എന്തായി? എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാന്യമായിട്ട് സ്റ്റേജിൽ കയറാനോ, വിളക്ക് കത്തിക്കുന്നിടത്ത് നിൽക്കാനോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ലാലേട്ടനെ ആദരിക്കുന്നിടത്ത് നിൽക്കാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളടുത്ത് വേണ്ട 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 എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് പട്ടി ഷോയാണ് സ്ത്രീയെ നിങ്ങൾ ആ ഞങ്ങളുടെ പ്രോഗ്രാം സ്ഥലത്ത് കിടന്ന് കാണിച്ചത്? നിങ്ങൾ എന്തെല്ലാം പൂവും മായും കായും ഒക്കെ പറഞ്ഞ നിങ്ങൾ എന്ത് പന്ന സ്ത്രീയാണ്? നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? സ്ത്രീ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അതിന് കുറച്ചും കൂടെ മാന്യതയുണ്ട്. സ്ത്രീകൾക്ക് പോലും ഒരു അപമാനമാണ് നിങ്ങൾ, മനസ്സിലായോ? വിഷമാണ് നിങ്ങൾ. നിങ്ങളാണ് ഈ സംഘടനയിലെ പോയിസണേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് നിങ്ങളാണ്, മനസ്സിലായോ? ഈ കുഞ്ഞ് പാവ ആ കൊച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അത് ഒരുങ്ങി നിന്നിട്ട് ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഐറ്റം? നിങ്ങൾക്ക് ജലസ് കൊണ്ട് മാത്രമാണ്. ആ കൊച്ചിന് എന്നെ ആ വിവരം അറിയിക്കാനുള്ളൊരു സമയം പോലും നിങ്ങൾ കൊടുത്തിട്ടില്ല. എന്താണ് നിങ്ങൾ എന്താ മാനത്തൊന്ന് പൊട്ടി വീണതാണോ? നിങ്ങളുടെ തലയിൽ കൂടെ ആണോ ഈ അമ്മ അസോസിയേഷനിലെ 504 അംഗങ്ങളുടെയും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നീന കുറുപ്പേ, പറ, നിങ്ങൾ പറ. നിങ്ങളെ കൊണ്ട് ഞാൻ ഇതിന്റെ സമാധാനം പറയിപ്പിക്കും, മനസ്സിലായോ? നിങ്ങൾ കരയും. ഞങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുണ്ടോ? പറ. നമ്മൾ സ്നേഹം കൊടുത്താണ് സ്നേഹം മേടിക്കേണ്ടത്, ബഹുമാനം കൊടുത്താണ് ബഹുമാനം മേടിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയൊരുത്തി ഇലക്ഷന് മുമ്പ് എല്ലാ മനുഷ്യരെ നിങ്ങൾ ഓടി നടന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അത്. ലക്ഷ്മി പ്രിയക്ക് വോട്ട് കൊടുക്കരുതെന്ന് വിളിച്ചു പറഞ്ഞ തെളിവ് സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. എനിക്കത് പുല്ലായതുകൊണ്ടുണ്ടല്ലോ, ഈശ്വരനാണ്. നീനാക്കുറിപ്പല്ല ലക്ഷ്മി പ്രിയയുടെ ജാതകം എഴുതുന്നത്, മനസ്സിലായോ? നീനാക്കുറിപ്പിന് ഒരു ഗുണ്ടയെ സാധിക്കില്ല ഈ ലോകത്ത്. നിങ്ങൾ ഇത്രയും വലിയൊരു പ്ലാനറ്റിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ്, നമ്മൾ ആരാണ്? അത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളുടെ അങ്ങനെ ഒരു തവളയ്ക്കൊരു വിചാരമുണ്ട്, പൊട്ടക്കുഴിയിലെ തവളയ്ക്ക് ഇതാണ് സ്വർഗലോകം എന്ന്. നിങ്ങൾ എന്താ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഇടപെടുന്നു, മറ്റേ ഡാൻസിന്റെ കാര്യത്തിൽ ഇടപെടുന്നു, ഇതിലിടപെടുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ ഇത്രയും 16 അംഗങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ആരെങ്കിലും ഇന്റർഫിയർ ചെയ്തിട്ടുണ്ടോ? സ്ത്രീയെ അവനവനെ ഏൽപ്പിക്കുന്ന ജോലി അവനവൻ ചെയ്യണം, മനസ്സിലായോ? ഞങ്ങൾ ഇത്ര ആൾക്കാരുടെ ശാപം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ആദ്യം ഞങ്ങളുടെ ആ പ്രോഗ്രാമിനെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനാണ് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടാതെ തടസ്സപ്പെടുത്തി പിടിച്ചു വെച്ചാൽ നിങ്ങൾ ചെയ്ത് ഒട്ടും മര്യാദയായില്ല. പിന്നെ നിങ്ങൾ അറിയിക്കുന്ന രീതിയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ അവിടെ കിടന്ന് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണം. അതല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അതിന് നിങ്ങളാണ് പരിഹാരം കണ്ടെത്തേണ്ടത്. അതിന് ഞങ്ങൾ 16 പേർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, മനസ്സിലായോ? നിങ്ങൾ എന്താ കടന്ന് കാണിച്ചത്? അവനവനൊന്ന് ഒതുങ്ങണം ആദ്യമേ. ഞങ്ങളൊക്കെ തലയിൽ കൂടെ വണ്ടി ഓടി തന്നെയാണ് നടന്നത്. ഓരോരുത്തരും ഇവിടെയുള്ള 16 പേരും ഈക്വലി എഫേർട്ട് എടുത്തിട്ടുണ്ട്. സന്തോഷ് കീഴാറ്റൂര് ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴപ്പോ ഓരോ കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിളിച്ച് ചോദിക്കുക, ആ ടെൻഷൻ അനുഭവിക്കുക അദ്ദേഹം അവിടെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്, മനസ്സിലായോ? എല്ലാവരും അവരവർക്ക് ഏൽപ്പിച്ച ജോലി. നിങ്ങൾക്ക് മാത്രം എന്താ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്? നിങ്ങൾക്ക് എന്താ വന്നത്? നിങ്ങൾക്ക് എന്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ആ വന്നത്? ഇത് എല്ലാരും ഞാൻ ഇവരോട് എനിക്ക് ഇവരെ വിളിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇവരെ കണ്ണെടുത്താ കണ്ടൂടാ. ഞാൻ ഇവർക്ക് എന്ത് വൈരാഗ്യം ചെയ്തെന്ന് എനിക്ക് അറിയില്ല. തുടക്കം തൊട്ടിട്ട് ഈ സ്ത്രീ എന്നോട് എങ്ങനെയാ പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്.
ഞാൻ ഓർത്തത് ഞാനൊക്കെ അവരെ ഇഗ്നോർ ചെയ്തപ്പോൾ ഞാൻ ഓർത്തത് എന്നെ ആയിട്ടുള്ള എന്തോ കുഴപ്പമല്ലേ അവർക്ക് എന്താ പ്രശ്നമെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയില്ല. ആകെ 1-2 പടത്തിലെ ഞാൻ ഇവർ കൂടെ അഭിനയിച്ചിട്ടുള്ളൂ. പിന്നെ ചില വൈബ്സ് ഉണ്ട്, ചില എനർജീസ് ഉണ്ട്, അത് ചേരില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓർത്ത് എന്തോ ഞാനും അവരുമായിട്ട് ചേരില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു കൃമി എപ്പോഴും ഒരു കൃമിയായിരിക്കും, ഒരു വിഷം എപ്പോഴും ഒരു വിഷമായിരിക്കും. നിങ്ങൾ ആരുമായിട്ടാ ചേരുന്നേ? നിങ്ങൾ ചേരുന്ന ഒരു വ്യക്തിയെ പറഞ്ഞതാ. ഞാൻ ഓർത്ത് എന്നെ നിങ്ങൾക്ക് പേഴ്സണൽ, എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടൊന്നും ഇല്ല. ഇത് പറയുന്ന ഈ നിമിഷവും എനിക്ക് നിങ്ങളോട് വൈരാഗ്യമോ ദേഷ്യമോ ഒന്നും ഇല്ല. ഞാൻ നിങ്ങളെ ഇന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കേട്ടല്ലോ, 16 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാർ മാത്രം, അവർക്ക് മാത്രം അയച്ച ഓഡിയോ മെസ്സേജാണ്. ആ 16 എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് അയച്ചത് എനിക്കെങ്ങനെ കിട്ടിയെന്ന് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല. നിങ്ങൾ നോക്കിയേ, നീന കുറുപ്പിനെ വിളിക്കുന്ന തെറി ഒന്ന് കേട്ടു നോക്കൂ. കേട്ടല്ലോ അല്ലേ, നിങ്ങൾ കേട്ടല്ലോ. സത്യം പറഞ്ഞാൽ നീന കുറുപ്പിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ ഒന്നുകിൽ രാജിവെച്ച് പോവും, ഇല്ലെങ്കിൽ ഈ ഫോണിലൂടെ മെസ്സേജ് അയച്ചവളെ ചവിട്ടി കൂട്ടുമായിരുന്നു. നീന കുറുപ്പിനെ മലയാളികൾക്ക് അറിയാം. ശ്രീധരൻ്റെ 1-ാം തിരുമുറിവിൽ മമ്മൂട്ടിയുടെ നായികയായി തുടക്കം കുറിച്ച നടിയാണ്. പിന്നെ നായികയായി തുടരാൻ ആയില്ലെങ്കിലും ക്യാരക്ടർ റോളിൽ അവർ ഒരുപാട് സിനിമകളിൽ ശ്രദ്ധേയയായ നടിയായി. അവർ അമ്മയുടെ പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമാണ്. അവരെ ഉപദേശിക്കുകയാണ് മറ്റൊരു ഭരണസമിതി അംഗം. എന്തെല്ലാം വിളിച്ചു പറയുന്നു എന്ന് നോക്കിയേ. ഇത്തരം 3 ഓഡിയോ മെസ്സേജ് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ചെറുതും മാന്യമായി പറയുന്നതും മാത്രമേ ഞാനിവിടെ കേൾപ്പിച്ചുള്ളൂ. കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനെ കടത്തി വെട്ടുന്നതാണ് മറ്റ് 2 ഓഡിയോകൾ. തെറിയെന്നുള്ള തെറിയോട് തെറിയാണ് വിളിക്കണേ. 500-ലധികം അംഗങ്ങളുള്ള അമ്മയെ നയിക്കാൻ അടുത്ത 3 വർഷത്തേക്ക് തിരഞ്ഞെടുത്ത നടിയാണെന്ന് പറയുന്ന ക്രിമിനൽ കേസ് പ്രതിയാണ് ഈ ഭരണിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അവളെന്തൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കിയേ. കോടതിയിലെത്തിയ വഞ്ചന കേസ് നിലനിൽക്കുമ്പോൾ അത് ഒളിച്ചു വച്ച് മത്സരിച്ച് ജയിച്ച മഹതിയാണ് ഈ തെറിയ അഭിഷേകം നടത്തുന്നത്. ഒരു ചലച്ചിത്ര നിർമ്മാതാവ് തന്നെ പറ്റിച്ചാൽ ലക്ഷങ്ങളുടെ തെളിവുകളടക്കം അമ്മയിൽ പരാതിപ്പെട്ടിട്ട് മാസങ്ങളായി. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും കൂടി പഠിക്കുകയാണത്രേ ഈ പരാതി. പ്രതിപ്പട്ടിയിൽ നിൽക്കുന്ന ഈ ഭരണാധികാരി പറയുന്നത് ഞാൻ അയാൾക്ക് എതിരെ കേസ് കൊടുത്തതാണ് എന്നാണ്. കടുവയെ പോലെയാണ് പറയുന്നത്. അത് അയാൾ എൻ്റെ പേര് കേസ് കൊടുത്തതല്ല, ഞാൻ കൊടുത്തതാ അവൻ്റെ പേരിൽ. ഒരു ചുക്കും ചെയ്യാനുള്ള ചങ്കൂറ്റം അമ്മ ഭരിക്കുന്ന സിംഹിണികൾക്കില്ല എന്ന് ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ തെളിയിച്ചു. അവർ പഠിച്ച് എങ്ങനെയെങ്കിലും 3 വർഷം കൊണ്ടുപോകും. ഒരു സഹപ്രവർത്തകയെ പരസ്യമായി മോശം വാക്കുകളാൽ ഭത്സിക്കാമോ എന്ന് അവരാണ് ആലോചിക്കേണ്ടത്. എന്നിട്ടും ഒരു നടപടിയും എടുക്കാൻ കഴിയാതെ അമ്മയുടെ ഭരണാധികാരികൾ ഉണ്ണാക്കികളായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മ ഭരണം പിടിച്ചെടുക്കാനാവാതെ പോയ ചില ഉണ്ണാക്കന്മാരുടെ പിന്തുണ ഈ പെണ്ണും പിള്ളയ്ക്കുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല, നമ്മൾ വല്ല ന്യായവും പറഞ്ഞാലവൾ നമ്മുടെ ഗുണവധികാരം വിളിച്ചു കൂവുമോ എന്ന പേടിയും പലർക്കുമുണ്ട്. അതിനാൽ ആരും മിണ്ടുന്നില്ല. വായില്ലാക്കുന്നില്ല അപ്പന്മാരായിരിക്കും വീരശൂര പരാക്രമികൾ. ഈ പോക്ക് പോയാൽ അമ്മ എന്ന സംഘടന തകരും എന്നതിൽ ഒട്ടും സംശയം വേണ്ട. അമ്മയുടെ കൈനീട്ടമെന്ന 5000 രൂപയ്ക്കായി കാത്തിരിക്കുന്ന ഒരുപാട് പേർ വിഷമത്തിലാവും. ഒറ്റപ്പാലത്തുള്ള ഒരു ശാപ്പാട് കമ്പനിക്ക് 10-30 ലക്ഷം രൂപ കിട്ടാവുന്ന സ്പോൺസറിങ് 10-14 ലക്ഷത്തിന് ഭക്ഷണ സ്പോൺസറിങ്ങിലൂടെ കൊടുത്തതിലെ മുറിമുറിപ്പിൽ നിന്നാണ് ഈ തെറിവിളി, നിങ്ങൾ കേട്ട തെറിവിളിയുടെ തുടക്കം. കഴിഞ്ഞ 3-4 വർഷമായി ഈ ശാപ്പാട്ട് വിപ്ലവം വിവാദത്തിലാണത്രേ. കമ്മിറ്റിയിലുള്ള ഒരു മഹാൻ ഈ കാറ്ററിംഗുകാരുമായി എന്തൊക്കെയോ വഴിവിട്ട ഒപ്പിക്കലുണ്ട് എന്ന് പറയുന്നു. ബാക്കിയൊക്കെ ഞാൻ ഉറപ്പായിട്ട് പിന്നാലെ പറയാം. വേണമെങ്കിൽ ഞാൻ മാറ്റി വച്ചിരിക്കുന്ന 2 ഓഡിയോ അടുത്ത എപ്പിസോഡുകളിൽ വേണമെങ്കിൽ കേൾപ്പിക്കുകയും ചെയ്യും. തെറിയായതുകൊണ്ടാണ് ഞാൻ അത് കേൾപ്പിക്കാത്തത്. മാന്യമായി പറഞ്ഞതാണ് ഇപ്പോൾ കേൾപ്പിച്ചത് നിങ്ങളെ. ആ മാന്യത നിങ്ങൾ കേട്ടല്ലോ. ഈ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഗണേഷ് കുമാറും ഒക്കെ ചേർന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു സംഘടനയെ ഈ ഉണ്ണാക്കികൾക്ക് ഇട്ടുകൊടുത്ത് നശിപ്പിക്കുന്നല്ലോ എന്നാലോചിച്ചപ്പോൾ ഈ അടുത്ത കാലത്തും ഗണേശൻ പറയുന്നുണ്ട് ഞാൻ അമ്മയിൽ നിന്നൊക്കെ എല്ലാം മതിയാക്കി, അത് ശരിയാവില്ല. ഒരിക്കലും അങ്ങനെയൊന്നും ഗണേശൻ ചെയ്യാൻ പാടില്ലായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വായില്ല കുന്നിൽ അപ്പന്മാരെ പോലെ ഇരിക്കാനും പാടില്ലായിരുന്നു. സുരേഷ് ഗോപി ഇടയ്ക്കെന്തോ ഇടപെട്ടതാണ്. സ്വരം നന്നല്ല എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും സുരേഷ് ഗോപി മുങ്ങിക്കളഞ്ഞത്. എന്തായാലും നാരീ ഭരിച്ചടം നാകുട്ടി ഇട്ടടം നാരകം പട്ടടം
ഒക്കെ തൊലയുമെന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. നാരി ഭരിച്ച ഇന്ത്യയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ പറഞ്ഞ പഴമൊഴിയെ വിശ്വസിക്കാനും വയ്യ. എങ്കിലും ഞാൻ പറയുന്നു, കൊടും കൈയായിപ്പോയി അമ്മയിലിപ്പോൾ നടക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ നിർത്തുന്നു. ഇതിനെന്തെങ്കിലും റിയാക്ഷനൊക്കെ വരികയാണെങ്കിൽ, ഒരു സിനിമാ നിർമ്മാതാവിനെ പറ്റിച്ച് 10 ലക്ഷങ്ങൾ പറ്റിച്ച് അയാൾക്ക് കള്ളച്ചെക്ക് കൊടുത്ത് ആ ചെക്ക് ബൗൺസായി, അമ്മയ്ക്ക് പരാതി കൊടുത്ത്, അവസാനം അയാൾ പോലീസിൽ പരാതി കൊടുത്ത് കേസാക്കി, ക്രിമിനൽ കേസാക്കി, വാദത്തിന് ഇപ്പോൾ 2-3 ആഴ്ചക്കുള്ളിൽ വിധി വരുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു പ്രോഗ്രാം ചെയ്തത് കണ്ടിട്ട് ഈ തെറി വിളിച്ചോള് പറയുക, സിനിമാക്കാരുടെ മുഴുവൻ സിനിമാക്കാരെയും വിളിച്ച് പറയുക, ആ ശാന്തിയുള്ള ദിനേശന് ഒരു അബദ്ധം പറ്റി കേട്ടാ, കളിച്ചത് എൻ്റെ കൂടെയാണ്, ഇപ്പോൾ എൻ്റെ പുറകെ നടക്കുകയാണ് കാലും പിടിച്ച്, എങ്ങനെയെങ്കിലും ആ കേസിൽ നിന്ന് എന്നെ ഊരി തരണേ, എൻ്റെ പേരിൽ കേസ് കൊടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുകയാണെന്ന് ഈ പെണ്ണ് പറയുന്നു കാണുന്നവരുടെയൊക്കെ. ഇവളുടെ ജന്മം കൊടുത്തവൻ 10 ജന്മം ജനിച്ചാൽ ഞാൻ പുറകെ പോവുമോ? അങ്ങനെ നാക്കെടുത്ത കള്ളം മാത്രം പറയുന്ന, അഹങ്കാരം മാത്രമുള്ള, വാതുറന്നാൽ തെറിയ അഭിഷേകം നടത്തുന്ന, ഒരു നാണവും മാനവും ഇല്ലാത്ത ഒരു പെണ്ണാണ് ഇപ്പോൾ അമ്മ ഭരിക്കുന്നത്. ക്രിമിനൽ കേസിൽ പ്രതിയായപ്പോൾ പറയാണ്, ഞാൻ ആ പ്രൊഡ്യൂസറുടെ പേരിൽ ഞാനല്ലേ കേസ് കൊടുത്തത്, അയാൾ എൻ്റെ പേരിലല്ല, ഞാൻ വാങ്ങിച്ച ലക്ഷങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ കേസ് കൊടുത്തെന്നാണ് പറയുന്നത്. ഇതാരെ പറ്റിക്കാൻ? അതും വെച്ചുകൊണ്ടിരിക്കുകയാണ് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും കൂടെ. നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം, പഠിക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട്. പഠിച്ച് 3 വർഷം എത്തുമ്പോഴേക്കും ഈ അമ്മ എന്ന് പറഞ്ഞ സാധനം തീരും. ഭയങ്കര കഷ്ടമായിപ്പോയി. പെണ്ണുങ്ങൾ മത്സരിച്ചപ്പോൾ പിന്തുണ കൊടുത്ത ആളാണ് ഞാൻ. ഒരിടത്തുമില്ല, 4 മല ചേരും, പക്ഷേ 4 ചേരില്ല എന്ന് പണ്ടുള്ളവർ പറയാറുണ്ട്. അത് അക്ഷരം പ്രതി സത്യമാണെന്ന് ഓരോ ദിവസവും അമ്മ തെളിയിക്കുന്നു. നന്ദി, നമസ്കാരം.